മധുര ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പാർട്ടി കോൺഗ്രസിന്റെ ഈ അവസാന ദിവസത്തെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ഒരു അനുഭവം കൂടി നമുക്കൊന്ന് ചോദിച്ചറിയണ്ടേ? അതെ അതെ, എവിടുന്നാണ്? ഞാൻ കരുനാഗപ്പള്ളി കുലശേഖരപുരം ലോക്കൽ കമ്മിറ്റി. ഞാൻ ഇന്നലെ രാത്രി എത്തി. ചുവന്ന മുണ്ട്, വെള്ള ഷർട്ട്, ചുവന്ന ബാഗ് കരുതി കൂട്ടിയാണ്. അത് തീർച്ചയായിട്ടും എല്ലാ പാർട്ടി കോൺഗ്രസ്. കൊച്ചി ഫോർട്ട് ഇന്ന് രാവിലെ എത്തി 4 മണിക്ക്. തിരുവനന്തപുരത്ത് നിന്നാണ്. അതെ, പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പോകാറുണ്ട്. 13ാം പാർട്ടി കോൺഗ്രസിൽ റെഡ് വാളണ്ടിയർ ആയിരുന്നു. അതിനുശേഷമുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളിലും പങ്കെടുത്തിട്ടുണ്ട്. 2-ാം തീയതി ഇവിടെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വിശാഖപട്ടണത്തായിരുന്നു, കണ്ണൂരായിരുന്നു. കൊയിലാണ്ടി. ഫോട്ടോ എടുത്തോ? മാർക്സിന്റെ കൂടെ എടുത്തില്ല, എടുക്കാൻ പോണം. സമ്മേളന യാത്രകൾ നടത്താറുണ്ടോ? നടത്താറുണ്ട്. അവസാനമായിട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ 13ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നുണ്ട്. ചേട്ടനോ? മലപ്പുറം. സ്ഥിരമായിട്ട് ഇങ്ങനെ അല്ല, മൂന്നാം പ്രാവശ്യം. നേരത്തെ എവിടെയൊക്കെ പോയത്? കണ്ണൂര്, കോഴിക്കോട്, ഇപ്പൊ ഇവിടെ. അങ്ങനെ മുൻ പാർട്ടി കോൺഗ്രസുകളൊക്കെ കണ്ട് അത്തരം വിശാഖപട്ടണം, കണ്ണൂര്, പാലക്കാട്. 4ാം പാർട്ടി കോൺഗ്രസ് പാലക്കാട് 56-ലാണ്. 56-ലെ അഭിപ്രായ മുനിസിപ്പാലിറ്റി 4ാം പാർട്ടി കോൺഗ്രസ് വന്നത്. 54 പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട്, ശരിയാണ്. 56-ൽ ഏറ്റവും കൂടുതൽ ദിവസം സമ്മേളിച്ച അവിടെ 9-10 ദിവസം സമ്മേളിച്ചിട്ടുണ്ട് അവിടെ. ഭിന്നിപ്പിന്റെ അതിന് അത്രയൊക്കെ സമ്മേളിക്കാനുള്ള കാലവും തർക്കവും ഒന്നും ഉണ്ടായിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതേ തുടർന്നുള്ള തർക്കങ്ങൾ, പിന്നെ അനുരഞ്ജനത്തെ തുടർന്നുള്ള തീരുമാനങ്ങൾ. 48-ലെ കൊൽക്കത്ത പാർട്ടി കോൺഗ്രസിനൊക്കെ ശേഷം വരുന്നതാണ്, കൽക്കട്ട തീസിസിനൊക്കെ ശേഷം വരുന്ന. ഓക്കെ, അപ്പൊ എവിടൊക്കെയാ സഞ്ചരിച്ചിട്ട്? എല്ലാ കോൺഗ്രസും 78-ന് ശേഷം, അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ജനതാ കോൺഗ്രസിന് ശേഷമുള്ള മിക്ക അവസരങ്ങളിലും 78 മുതൽ അല്ലേ? 78 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 78-ലെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് മധുരയിലായിരുന്നു. ആ പാർട്ടി കോൺഗ്രസ് ആണ് രാജ്യം ഒരു അർദ്ധ ഫാസിസത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പ് നൽകുന്നത്. കോൺഗ്രസ് അതാണ്. അത് കഴിഞ്ഞ് 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പഠിത്തം കഴിഞ്ഞ് വന്ന കാലമാണ് ഏറ്റവും എന്നെ ആകർഷിച്ചൊരു പാർട്ടി തീരുമാനം അതായിരുന്നു. 72 തീരുമാനം. അതായത് രാജ്യം എങ്ങനെ പോകുന്നു എന്ന് മുൻകൂട്ടി അന്ന് പ്രവചിച്ച് അന്നത്തെ സഹാക്കൾ. അന്ന് 72-ല് ജ്യോതിബാസ് ഇവിടെ താമസിക്കുക. ഈ ഹാളിൽ ഇന്നത്തെ പോലെ ലാളിത്യം പറയാണ്. നമ്മുടെ 9 നവരത്നങ്ങളും ഇവിടുത്തെ ഇതേ ഹാളിൽ തന്നെ അന്ന് ഇവിടെ തന്നെയായിരുന്നു അല്ലേ? അന്ന് ഇത്ര ഭംഗിയുള്ളതല്ല, പുതുക്കിയത്. അതെ, എല്ലാ സഹാക്കളും ഇവിടെ താമസിച്ചെന്ന്. ഇന്നത്തെ പോലെ ബസ് കയറി. മലപ്പുറം കരുവാരമുണ്ട്. പാലക്കാട് ചുറ്റും അവിടെ ക്യൂവിലോട്ടൊന്ന് പോകണ്ടേ? ഫോട്ടോ എടുക്കാൻ വേണ്ടി അതെ, എവിടുന്നാ? പത്തനംതിട്ട. ഇങ്ങനെ പാർട്ടി സമ്മേളനം തീർച്ചയായിട്ടും പോകാറുണ്ട്. നേരത്തെ അവിടെ പോയി. ഞങ്ങൾ ഇവിടെ കൊല്ലത്ത് പോയിരുന്നു. ഞങ്ങളൊന്ന് അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ. പൈസ വേണല്ലേ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായ ഇടമെന്ന് പറയുന്നത്. ഈ സെൽഫി പോയിന്റിൽ സാക്ഷാൽ മാർക്സിനോടൊപ്പം ഇരുന്നു കൊണ്ടൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. ഫോട്ടോ എടുത്തോ? ഇരുന്നോ? പിന്നെ ഏതായാലും ഗുഡ് മോർണിംഗ് കേരളം ഈ രൂപത്തിൽ മാർക്സിനോടൊപ്പം ലോകത്തിന്റെ മാറ്റത്തിന് വേണ്ടി, തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ മലയാളിയെ സംബന്ധിച്ച്, ലോകമെമ്പുള്ള മനുഷ്യനെ സംബന്ധിച്ചുള്ള അത്രമേൽ തലമുറകൾക്ക് മറക്കാനാവാത്ത കാൾ മാർക്സിനെയാണ് ഇവിടെ പുനരാവിഷ്കരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടേക്കാണ് ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ക്യൂ കാണാം. മനു വെയിറ്റിംഗ് ആണ്. ബാക്കിലോട്ട് നോക്കിയാൽ വലിയ ക്യൂ കാണാം ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടെ നിന്ന് എടുക്കാനായിട്ട് എടുത്തു. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സെൽഫി പോയിന്റിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നതാണ് ഇവിടെ വരുന്ന ഓരോരുത്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അങ്ങനെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നിപ്പോൾ ഈ ബഹുജന റാലിയിലും ഒപ്പം തന്നെ പൊതുസമ്മേളനത്തിലും ഒക്കെ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യർ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മധുരയുടെ വേണ്ട, ഒരു ഫോട്ടോ എടുത്തു. ഞാൻ സെൽഫി എടുക്കുന്നില്ല, മൈക്കല്ല. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തേ. അപ്പോൾ രാവിലെ കാൾ മാർക്സിന്റെ കൂടെ ഒരുപക്ഷെ ഷെയ്ക്കൻ കൊടുക്കണോ? മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആങ്കറിങ് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സാക്ഷാൽ മാർക്സിന്റെ കൂടെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക, ഒന്ന് ആങ്കർ ചെയ്യുക, ഇതൊക്കെ മറ്റാർക്കും കിട്ടാത്ത ചില ഭാഗ്യങ്ങളിലൊന്ന്. ഏതായാലും നമ്മളെ കാത്ത് ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ നമ്മളെ കടത്തിവിട്ടത്. നമുക്ക് ഇറങ്ങിയാലോ? അതെ, നമുക്ക് മാറിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആളുകൾ കടന്നു വരികയാണ്. എല്ലാ ഇടങ്ങളിൽ നിന്ന് നിൽക്കുന്ന മനുഷ്യർ ഞങ്ങളിതാ ഫ്രെയിമിലേക്ക് നിൽക്കുന്നു.